നമസ്കാരം. ഇന്ന് ശിവരാത്രിയാണ്. ശിവഭക്തർ ഏവരും കാത്തിരിക്കുന്നതായ ദിവസം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് അത് ഏതൊരു പ്രശ്നമാണ് എങ്കിലും ഭഗവാൻ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായിക്കുന്നതായ ദിവസം. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ മുൻജന്മത്തിലും ഈ ജന്മത്തിലും അറിയാതെ ചെയ്തു പോയതായ പാപങ്ങൾ, നിങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ളതായ ആ പാപങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം പൂർണ്ണമായ മനസ്സോടെ ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വ്യക്തികളുടെ ജീവിതത്തിൽ നിറയും. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭഗവാന്റെ 2 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, ഭഗവാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരണം എന്ന പ്രാർത്ഥനയോടെ ഓം ഹ്രീം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ, ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മനസ്സ് വല്ലാതെ ആകുലപ്പെടുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അത് പ്രകടവുമാണ്. എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ഭഗവാൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ ദിവസം. അഭിവൃദ്ധിക്ക് സഹായകരമായ കാര്യങ്ങൾ ഭഗവാൻ വരമായി നൽകുന്ന ദിവസമായി തന്നെ ശിവരാത്രി ദിവസം മാറും. ഭഗവാന്റെ കടാക്ഷം, അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ദിവസം. തന്മൂലം ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ, ചില അനുകൂലമായ അവസരങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതായ ദിവസം. സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഫലം കാണും എന്ന സൂചനയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ദുരിതങ്ങളുണ്ട്. ഭഗവാൻ എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന ചിന്ത ചില അവസരങ്ങളിൽ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതും വാസ്തവമാണ്. പരിഹാരം ഭഗവാനായി തന്നെ നൽകും. ദുരിതങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സഹായകരമായ അവസരങ്ങൾ കടന്നു വരും. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ചിന്തകൾ ക്രമേണ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനോബലം, ആത്മവിശ്വാസം നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്നു നൽകും. മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കലഹങ്ങളുണ്ട്. കലഹങ്ങൾ എപ്രകാരം തരണം ചെയ്യണം എന്ന ആശയക്കുഴപ്പവും നിങ്ങൾക്കുണ്ട്. മാറും. ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും. ബുദ്ധിമുട്ടുകൾ അകലും. തടസ്സങ്ങൾ ഒഴിയും. ഉയർച്ചകൾ കൈവരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ നിങ്ങളുടെ സ്ഥാനം വർദ്ധിക്കും. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ വില നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബ സന്തോഷം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കും. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത് പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് എപ്രകാരം ഒഴിവാക്കുവാൻ സാധിക്കും എന്ന ചിന്ത, വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യം ഓർക്കുക. സമ്പത്ത് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അകന്ന് നിന്നിരുന്നതായ ചില കാര്യങ്ങൾ, നിങ്ങളിലേക്ക് വരാതിരുന്നിരുന്നതായ ചില കാര്യങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യം, കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കുള്ള അവസരം, ചില വ്യക്തികളിൽ നിന്ന് പോലും സഹായം, പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. തടസ്സങ്ങളുണ്ട്. പല കാര്യങ്ങളിലും മുൻപോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം തടസ്സങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഉയർച്ച നിങ്ങൾക്ക് ഭഗവാൻ വരമായി നൽകുന്ന സമയമാണ്. നാൾക്ക് നാൾ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കും.
അത് പ്രത്യക്ഷ അനുഭവമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ദിവസങ്ങളാണ്. ഉയർച്ച, ഭാഗ്യം അനുകൂലമാകാം. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം സൗഭാഗ്യം നിങ്ങളെ തേടിയെത്താം. പലരും നിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം, കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ അവർ പോലും തിരുത്തുന്നതായ സാഹചര്യങ്ങൾ, അത്രമേൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പൂർണ്ണമായ മനക്ലേശം ജീവിതത്തിൽ നിന്നും ഒഴിവാകും. പൂർണ്ണമായും മനക്ലേശങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നാൾക്കുനാൾ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ, അവസരങ്ങൾ ഭഗവാനായി നൽകും. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ വഴിമാറിപ്പോകും. ചില വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പലരും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ സമയമാണ്. ഭഗവാൻ മുന്നിൽ നിന്നും നയിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങൾ ചെയ്യണം എന്ന അമിതമായ ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ ഭഗവാൻ തന്നെ അതിൽ ചില സൂചനകൾ നൽകും. ആ സൂചനകൾ അനുസരിച്ച് മുൻപോട്ട് പോവുകയോ അല്ലെങ്കിൽ പിറകോട്ട് പോവുകയോ ചെയ്യാം. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അനുഗ്രഹമാണ്. ചെയ്യുന്നതായ പ്രവർത്തികളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം പ്രതീക്ഷിക്കാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായും പല ഉത്തരങ്ങളും അനുകൂലമായ അവസരങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സമയം, ഭഗവാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതായ ദിവസങ്ങൾ, തീർച്ചയായും ശുഭകരമായി തന്നെ കാര്യങ്ങൾ ഭവിക്കും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അത്ര ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും മനസ്സിന് വളരെയധികം ക്ലേശങ്ങൾ തന്മൂലം സംഭവിക്കുന്നതാണ്. ധനനഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. ധനം നൽകിയത് തിരികെ ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ധനം വാങ്ങിയത് തിരികെ നൽകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അപമാനം, വായ്പാ തടസ്സങ്ങൾ, ചിലവ് വർദ്ധിക്കുക, വരുമാനം പ്രതീക്ഷിക്കുന്നത് പോലെ ഉയരാത്തതായ സാഹചര്യം, കുടുംബത്തിൽ കലഹങ്ങൾ, മനക്ലേശങ്ങൾ, ജീവിതത്തിൽ പല വിധത്തിലും വിഷമങ്ങളുടെ സമയമാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും രക്ഷപ്പെടുവാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്തതായ സാഹചര്യം. എന്നാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന സമയം. പല കാര്യങ്ങളിലും അത് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും ബിസിനസ് പരമായോ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം. പല കാര്യങ്ങളിലും ചിന്തകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് വരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം പല ചിന്തകളും അസ്ഥാനത്താകുന്ന അവസ്ഥ. എന്നാൽ മാറ്റങ്ങൾ വന്നു ചേരും. നെഗറ്റീവായ ചിന്തകൾ, നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതായ പല ചിന്തകളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുമോ അതല്ല പ്രതികൂലമാകുമോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാൻ തന്നെ പ്രത്യക്ഷമായ അനുഭവം നിങ്ങൾക്ക് നൽകും. ഭഗവാൻ തന്നെ സൂചന നിങ്ങൾക്ക് നൽകും. അത് അനുകൂലമല്ല, പ്രതികൂലമാണ്. അത്തരത്തിൽ പലവിധ കാര്യങ്ങളും ഭഗവാൻ നൽകുന്നതായ ആ സൂചനകൾ നിങ്ങൾ ശരിയായ രീതിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്കത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്ന നിങ്ങൾ 3 വട്ടമെങ്കിലും ആലോചിക്കുന്നതായ അവസ്ഥയിലേക്ക് മാറും. അത്തരത്തിൽ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഏറ്റിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ആ തിരിച്ചടികൾ നൽകിയതായ വ്യക്തികൾ പോലും അമ്പരന്ന് പോകുന്ന മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഏതൊരു നഷ്ടത്തിൽ നിന്നും കുതിച്ചുയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹ സാഫല്യം ഭഗവാൻ നിങ്ങൾക്ക് വരമായി നൽകും. കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരും. പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ആർജവം, അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ, അത്യാവശ്യമായ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പലവിധ സഹായങ്ങൾ ലഭിക്കാം. ബന്ധുക്കളാകാം, സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ആകാം. വളരെ കാലമായി ശ്രമിക്കുന്നതായ പല കാര്യങ്ങളും, ധനപരമായ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അത് ധനപരമായ ആശ്വാസം നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളും നടക്കില്ല എന്ന ചിന്ത മനസ്സിലേക്ക് കടന്ന് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികൾ അത്തരം ചില ചിന്തകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കും അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ സംഭവിക്കും. കാരണം സർവശക്തനായ പരമശിവനാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നതായ പ്രത്യക്ഷമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ ഉയരും, നാൾക്ക് നാൾ ഉയരും. അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. വീട്, സ്ഥലം, അത്തരത്തിൽ ആഗ്രഹിക്കുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കോടീശ്വരനാകും എന്ന് പറയുന്നില്ല, എന്നാൽ ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. അത് പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. അഭീഷ്ട നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ആയുരാരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിയും. ചിന്തിച്ച് ചെയ്യാത്തതായ കാര്യങ്ങൾ, തന്മൂലം നേരിട്ടിരിക്കുന്നതായ പരാജയങ്ങൾ, അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴികാട്ടിയായി മുൻപിലുണ്ടാകും. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കും എന്നതാണ് വാസ്തവം. പൊതുപ്രവർത്തകർക്കും അനുകൂലമായി ഭവിക്കാം. കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രവൃത്തി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ശത്രുക്കൾ തകർക്കുവാൻ ശ്രമിച്ചാലും അവർക്ക് പോലും തകർക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം കടന്നു വരും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം, ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നതായ ദിവസങ്ങൾ. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഭഗവാനെ നിത്യവും ആരാധിക്കുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവമന്ത്രങ്ങൾ നിത്യവും ഉരുവിടുക. നിങ്ങൾക്ക് പ്രത്യക്ഷമായ അനുഭവങ്ങൾ നൽകി ഭഗവാൻ ഒപ്പമുണ്ടാവുക തന്നെ ചെയ്യും.